സോ ഇതാണ് നമ്മുടെ ഇൻസ്റ്റാ 360 1RS ടിൻ എഡിഷൻ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് മെയിൻ കമ്പോണൻ്റായ RS സ്കോർ വിത്ത് ഡിസ്പ്ലേ, ഒരു 4K ബൂസ്റ്റ് ലെൻസ്, പിന്നെ ഒരു 360 ലെൻസും ഒരു ബാറ്ററി ബേസുമാണ് കാണാനായിട്ട് സാധിക്കുക. പിന്നെ ബോട്ടത്തിലുള്ള ഈ ചെറിയ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ലെൻസ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ലെൻസ് ക്യാപ്പ്, ആക്ഷൻ ക്യാമറ ചാർജ് ചെയ്യാനായിട്ടുള്ള Type-C to USB കേബിൾ, പിന്നെ മൗണ്ട് ചെയ്യാനുള്ള അഡാപ്റ്ററും അതിന്റെ സ്ക്രൂവും, പിന്നെ ഒരു മൗണ്ടിങ് കേസും, മാനുവൽ ബുക്കും, ഇൻസ്റ്റാ 360ന്റെ സ്റ്റിക്കേഴ്സ്, പിന്നെ ക്ലീൻ ചെയ്യാനുള്ള ഒരു ക്ലോത്തുമാണ് ഉണ്ടാവുക. ഇതൊരു ഇന്റർചേഞ്ചബിൾ ലെൻസ് ആക്ഷൻ ക്യാമറ ആയതുകൊണ്ട് നമ്മൾക്ക് 4K ബൂസ്റ്റ് ലെൻസും യൂസ് ചെയ്യാം, ഇതേപോലെ ചേഞ്ച് ചെയ്തിട്ട് 360 ലെൻസും യൂസ് ചെയ്യാം. മൗണ്ടിങ് ബ്രാക്കറ്റിൽ ഇട്ടുകൊണ്ട് അപ് ടു 16 ഫീറ്റ് വരെ വാട്ടർ പ്രൂഫ് ആയിരിക്കും. ഇത് ഇൻസ്റ്റാ 360യുടെ തന്നെ ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്ക് ആണ്. ഇത് ആക്ഷൻ ക്യാമറ ആയിട്ട് മൗണ്ട് ചെയ്തുകൊണ്ട് ഇതുപോലെയുള്ള 360 വീഡിയോസ് ഒക്കെ റെക്കോർഡ് ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റാ 360ക്ക് വേണ്ടിയിട്ട് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ആക്സസറീസ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ക്വിക്ക് റിലീസ് മൗണ്ട്, ഡൈവ് കേസ്, സ്റ്റിക്കി ലെൻസ് കാർഡ്, എക്സ്റ്റൻഡഡ് എഡിഷൻ സെൽഫി സ്റ്റിക്ക്, ഓൾ പർപ്പസ് ട്രൈപോഡ്, മൗത്ത് മൗണ്ട്, മൈക്ക് അഡാപ്റ്റർ. ഇതൊക്കെയാണ് എക്സ്ട്രാ ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത ആക്സസറീസ്. ഇതാണ് നമ്മുടെ ക്വിക്ക് റിലീസ് മൗണ്ട്. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ക്വിക്ക് റിലീസ് മൗണ്ടും മൗണ്ടിന്റെ സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കീയും. ഈ ഒരു മൗണ്ടിന്റെ ഒരു പാർട്ട് നമ്മുടെ ട്രൈപോഡിലേക്കും മറ്റേ പാർട്ട് നമ്മുടെ ക്യാമറയുടെ ബോട്ടത്തിലേക്കും ഇതുപോലെ സ്ക്രൂ ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് ഇതുപോലെ സ്ലൈഡ് ചെയ്തിട്ട് ഈസി ആയിട്ട് നമ്മുടെ ക്യാമറ ട്രൈപോഡിലേക്ക് ഫിക്സ് ചെയ്യാനും ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതേപോലെ ഈസി ആയിട്ട് ഊരാനും സാധിക്കും. സോ ഇതാണ് നമ്മുടെ ഡൈവ് കേസ്. ഇത് 4K ബൂസ്റ്റ് ലെൻസ് വെച്ചിട്ടേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 360 ലെൻസ് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. 60 മീറ്റർ വരെ വാട്ടർ പ്രൂഫ് ആണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ലെൻസ് സ്ക്രാച്ച് പ്രൂഫ് ആണ്. പിന്നെ ഒരു ഹൈഡ്രോഫോളിക് ലെൻസ് കോട്ടിംഗ് ഉണ്ട്. ഇത് കാരണം വെള്ളമൊക്കെ ഗ്ലാസിന്റെ മുകളിൽ തന്നെ നിൽക്കാതെ വെള്ളമൊക്കെ ഒലിച്ചു പോകും. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മാനുവൽ ബുക്കും പിന്നെ നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ് ആയ കേസുമാണ് ഉള്ളത്. ബട്ടണിന് മുകളിൽ ജസ്റ്റ് സ്ലൈഡ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് കേസ് ഇതേപോലെ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് ക്യാമറ ഇതിലേക്ക് വെച്ചിട്ട് നല്ല സേഫ് ആയിട്ട് അണ്ടർ വാട്ടർ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാം. ഇതിന്റെ കൂടെ തന്നെ കേസ് പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൗച്ചും പിന്നെ കേസ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ക്രൂവും അതിന്റെ അഡാപ്റ്ററും, കേസ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെബിലിറ്റി പാഡ്സും പിന്നെ കുറച്ച് ആന്റി ഫോക്സ് സ്ട്രിപ്സുമാണ് ഉള്ളത്. അണ്ടർ വാട്ടർ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ രണ്ട് സൈഡിലും ആന്റി ഫോക്സ് സ്ട്രിപ്സ് പ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം കേസ് ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സേഫ് ആയിട്ട് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ എക്സ്റ്റൻഡഡ് എഡിഷൻ സെൽഫി സ്റ്റിക്ക്, ഇത് വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടലി ഈ സ്റ്റിക്ക് ഇൻവിസിബിൾ ആയിരിക്കും. 3 മീറ്റർ വരെയാണ് ഇതിന്റെ ഹൈറ്റ് വരുന്നത്. കാണാൻ കുറച്ച് ബൾക്കി ലുക്ക് ഉണ്ടെങ്കിലും മെറ്റീരിയൽ കാർബൺ ഫൈബർ ആയതുകൊണ്ട് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. അടുത്ത പ്രോഡക്റ്റ് ഓൾ പർപ്പസ് ട്രൈപോഡ് ആണ്. ഇത് ഇൻസ്റ്റാ 360യുടെ എക്സ്റ്റൻഡഡ് എഡിഷൻ സെൽഫി സ്റ്റിക്കിലും നോർമൽ സെൽഫി സ്റ്റിക്കിലും ബോട്ടത്തിൽ ഇതേപോലെ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഇതുപോലെ പ്ലേസ് ചെയ്യാം. ആൻഡ് ബോട്ടത്തിൽ കുറച്ചുകൂടി സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും സാധിക്കും. അടുത്ത പ്രോഡക്റ്റ് ഒരു മൗത്ത് മൗണ്ട് ആണ്. ഇത് നമ്മൾ വായിൽ കടിച്ചു പിടിച്ചിട്ട് നമ്മുടെ ക്യാമറ ഇതിന്റെ ബോട്ടത്തിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ POV വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാറ്. ഇത് കറക്റ്റ് ഫിറ്റ് അല്ലെങ്കിൽ മൗണ്ട് മാത്രം ബോയിൽഡ് വാട്ടറിൽ 45 സെക്കൻഡ്സ് മുക്കി വെച്ചതിന് ശേഷം 30 സെക്കൻഡ്സ് കടിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഫിറ്റിലേക്ക് ആയി കിട്ടും. പിന്നെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു ടാഗും കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങളെ മൗത്തിൽ നിന്ന് ഇത് വിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ടാഗ് കഴുത്തിലൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാമറ താഴെ വീഴാതെ സൂക്ഷിക്കാം. അടുത്ത പ്രൊഡക്റ്റ് ഒരു ആക്സസറി ഷൂ ആണ്. ഇത് ക്യാമറയുടെ മുകളിൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് വെക്കാം. ഇവിടെ നമുക്ക് ലൈറ്റ്, മൈക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് മൗണ്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അടുത്ത പ്രൊഡക്റ്റ് മൈക്ക് അഡാപ്റ്റർ ആണ്. നമുക്ക് മൈക്കൊക്കെ കണക്ട് ചെയ്തിട്ട് നല്ല ക്വാളിറ്റിയുള്ള ഓഡിയോ വേണമെന്നാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് എന്തായാലും ആവശ്യമാണ്. ചാർജ് ചെയ്യുന്ന Type-C പോർട്ടിലേക്ക് ഇതേപോലെ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് മൈക്രോഫോൺസ് ആയിട്ട് കണക്ട് ചെയ്യാം. ആൻഡ് നമ്മുടെ ലാസ്റ്റ് പ്രോഡക്റ്റ് സ്റ്റിക്കി ലെൻസ് കാർഡ് ആണ്. ഇത് നമ്മുടെ ഇൻസ്റ്റാ 360യുടെ ലെൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ഇൻസ്റ്റാ 360യുടെ ലെൻസ് ബൾജ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് സേഫ്റ്റിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. കാരണം സ്ക്രാച്ചസ് വീഴാനും പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റിക്കി ലെൻസ് കാർഡ് യൂസ് ചെയ്യുന്നത് സേഫ് ആയിരിക്കും. ഇൻസ്റ്റാ 360യിൽ ഷൂട്ട് ചെയ്ത വീഡിയോസ് എല്ലാം സ്മാർട്ട് ഫോണിലും കമ്പ്യൂട്ടറിലും എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതിനായിട്ട് ജസ്റ്റ് നിങ്ങളുടെ ക്യാമറ ഒന്ന് ടേൺ ഓൺ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെ വൈഫൈയും ബ്ലൂടൂത്തും ഓൺ ചെയ്യുക. ഫസ്റ്റ് ടൈം കയറുന്ന സമയത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ വൈഫൈയും ബ്ലൂടൂത്തും ഓൺ ചെയ്ത് ക്യാമറയും ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഗാലറി ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇൻസ്റ്റാ 360 എന്നുള്ള ഈ ആപ്ലിക്കേഷൻ തന്നെ നിങ്ങൾക്ക് വീഡിയോ ട്രിം ചെയ്യാം, നിങ്ങൾക്ക് വേണ്ട റേഷ്യോ സെറ്റ് ചെയ്യാം, കളർ ബൂസ്റ്റ് ചെയ്യാം, മ്യൂസിക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോന്റെ സ്പീഡും ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. സ്ലോ മോഷൻ ആക്കാനും വീഡിയോ സ്പീഡ് ആക്കാനുമുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. 360 വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ചുറ്റുമുള്ള ഏരിയയും കവർ ആവുന്നത് കൊണ്ട് നമുക്ക് ഇതേപോലെ ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മളെ ചുറ്റുമുള്ള ഫ്രെയിം നമുക്ക് കീ ഫ്രെയിം വെച്ചിട്ട് നമുക്ക് വേണ്ട പൊസിഷനിലേക്ക് ആക്കാം. അത്യാവശ്യം നല്ലൊരു ലൈറ്റിംഗ് കണ്ടീഷനിൽ ഇൻസ്റ്റാ 360 ലെൻസ് ഇട്ടതിന് ശേഷം നമ്മൾ വ്ലോഗ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വീഡിയോ ക്വാളിറ്റിയാണ് കിട്ടുന്നുണ്ടാവുക. ഇപ്പം നമ്മൾ എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. കാരണം ഈ ഒരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് ക്യാമറയുടെ മൈക്കിൽ നിന്ന് കിട്ടില്ല. എക്സ്റ്റേണൽ മൈക്ക് ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ ഇൻസ്റ്റാ 360ന്റെ മൈക്കിൽ നിന്നാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സൗണ്ട് ക്വാളിറ്റി ആയിരിക്കും നമുക്ക്
കിട്ടുന്നുണ്ടാവുക. Insta 360യുടെ 4K ബൂസ്റ്റ് ലെൻസ് ഇട്ടിട്ട് വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സൗണ്ട് ക്വാളിറ്റിയും ഈ ഒരു വീഡിയോ ക്വാളിറ്റി ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. സോ ഇതൊക്കെയാണ് നമ്മുടെ Insta 360 യൂസ് ചെയ്തിട്ടുള്ള ഒരു ഓവറോൾ എക്സ്പീരിയൻസ്. ഈ ക്യാമറ ആർക്കൊക്കെ യൂസ്ഫുൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൂടുതലും മോട്ടോ വ്ളോഗേഴ്സിനും അതുപോലെ ആക്ഷൻ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നവർക്കും ആയിരിക്കും. കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.